മിക്കവാറും ആരും തന്നെ ട്രൈ ചെയ്യാത്ത ഒരു സ്പെഷ്യൽ ടേസ്റ്റി ചട്നി റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ശില്പ. ഹൈ കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. 1 മിനിറ്റ് സമയവും പിന്നെ അടുപ്പത്ത് വെച്ച് കുക്കിംഗ് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. മിക്സിയുടെ ഏറ്റവും ചെറിയൊരു ജാർ എടുത്തിട്ട് ഇതിലോട്ടൊരു ചെറിയൊരു സൈസ് ഒരു സ്മോൾ സൈസ് സവോള അതിട്ട് കൊടുക്കാം. ആ സവോള തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഓരോരുത്തരുടെ എരിവനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഞാനിവിടെ 2.5 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. എണ്ണ ഇതിലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അപ്പം ഇപ്പം ഞാൻ 4 ടീസ്പൂൺ എണ്ണയാണ് ചേർക്കുന്നത്. ഓലിവ് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇങ്ങനത്തെ ഓയിൽ ഒന്നും ചേർക്കരുത്. സാധാരണ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കനോല ഓയിൽ തന്നെ വേണം ചേർക്കാനായിട്ട്. ബാക്കി ഏത് തരത്തിലുള്ള ഓയിൽ ചേർത്താലും ഒരു കുത്തൽ വരും. പിന്നെ നമുക്കിതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ടൊരു 2.5 ടീസ്പൂൺ തൈരാണ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുവാണ്. ഇത്രയുള്ളൂ കാര്യം. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. വേറെ വെള്ളമോ അങ്ങനെ ഒന്നും തന്നെ ചേർക്കണ്ട. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. കുക്ക് ചെയ്യേണ്ട, ഒന്നും തന്നെ ചെയ്യേണ്ട, ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് അരച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു സവോള നമ്മൾ പച്ചക്ക് അരച്ചിട്ടുള്ളത് കൊണ്ട് ഒരു കുത്തല് കാണും ചില സമയത്ത്. അതായത് നമ്മുടെ മൂക്കിലോട്ട് ഇങ്ങനെ അടിക്കുന്ന പോലെ തോന്നും. അങ്ങനെയാണെങ്കിൽ 1 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് വീണ്ടും മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ചിലപ്പോൾ 1-2 ടീസ്പൂൺ കൂടെ വേണ്ടി വരും. എങ്കിൽ മാത്രമാണ് നമുക്കത് കറക്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ പലവരും ഇപ്പം വിചാരിക്കുന്നുണ്ടാകും ഇതിൽ ഒരുപാട് എണ്ണ ചേർക്കുന്നുണ്ട്, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണോ എന്ന്. ഈ ഒരു ചട്നി നമ്മൾ എല്ലാ ദിവസവും ഉണ്ടാക്കി കഴിക്കാൻ പറയുന്നില്ല. നമുക്ക് വീട്ടിൽ ഗസ്റ്റ് വരുമ്പം ഒരു സ്പെഷ്യൽ ചട്നി പോലെ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് തീരെ സമയമില്ലെങ്കിൽ ആ സമയത്തും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എളുപ്പത്തിലുള്ളൊരു ചട്നിയാണിത്. പിന്നെ പല പഠനങ്ങളും പറയുന്നുണ്ട് എണ്ണ നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പം, അതായത് ഗ്യാസിൽ വെച്ച് കുക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് അതിൽ ആ എണ്ണക്കേടാകുന്നത് എന്നാണ് പറയുന്നത്. അപ്പം അതിലൊക്കെ എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് നമ്മുടെ ആരോഗ്യം നോക്കണം അല്ലേ. അപ്പം അതുകൊണ്ട് ഇത് സ്ഥിരമായിട്ട് നിങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു ആഗ്രഹം തോന്നുമ്പം ഇത് ഉണ്ടാക്കി നോക്കാം. വളരെ ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് ഗസ്റ്റ് വരുമ്പോഴേക്കും ദോശയുടെയും ഇഡ്ലിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തിന് ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ട്. ആ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.